സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ലെറ്റ്സ് പ്ലേ സീരീസ്. അതന്നെ നിങ്ങൾ തമ്മിലേയും കണ്ട പോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ബ്രീഡർ ഉണ്ടാക്കാൻ പഠിപ്പിക്കാം. കുറച്ച് അനോയിങ് ആയിരിക്കും. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫാമുകളിലൊന്നാണ് ബ്രീഡർ ഉണ്ടാക്കിയാലേ നമുക്ക് ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ബെഡ് റോക്ക് എഡിഷനിൽ നിങ്ങൾ മറ്റേ അയൺ ഫാം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബ്രീഡർ ഇല്ലാണ്ട് കാര്യം നടക്കില്ല കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ബെഡ് റോക്ക് എഡിഷനിലെ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഞാൻ എല്ലാം പറഞ്ഞുതരാം എങ്ങനെയാണ് ബ്രീഡർ ഒപ്പിക്കേണ്ടതെന്ന്. നിങ്ങളിതൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് അതിന് മുമ്പായിട്ട് നമ്മുടെ ബേസ് ഒന്ന് ചുറ്റി കാണിക്കാം. ബേസ് അല്ല, ജസ്റ്റ് ഫോർ ഒരു എന്താണ് ഇവിടെ ചെയ്തത്, ഇത്രയും ഗ്രൈൻഡ് വർക്ക് ചെയ്തത് എന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ ഒരു ഷെയ്ഡ് ഇട്ടിട്ടുണ്ട്, ഇത് തുടർന്ന് ഇടണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നല്ല ഷെയ്ഡറായിട്ട് എനിക്ക് തോന്നി, പക്ഷേ ചെറിയൊരു ഫോഗ് എഫക്റ്റ് ഉണ്ട്, ഫുഡും ഇല്ല. ഓക്കെ, ഇവിടെ ഒന്ന് ഹാർവെസ്റ്റ് ചെയ്യണതൊക്കെ ഓക്കെ. നമുക്ക് എന്തിട്ടാണ് ഇവിടെ ഗ്രൈൻഡ് വർക്ക് ചെയ്തത്, ഞാൻ ജസ്റ്റ് കൊണ്ടൊന്ന് ക്ലീൻ ആക്കി എടുത്തതാണ്. പിന്നെ ഇവിടെ ചെറിയതായിട്ട് ഈ ഫാമൊക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തു. പിന്നെ ഇവിടെ ജസ്റ്റ് ഒന്ന് മൈനിങ്ങിന് വേണ്ടായിരുന്നു, അവിടെ ഒരു ഇതുണ്ട്, ക്ലിപ്പ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്നിട്ടൊക്കെ ഉള്ളതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കണത് ദേ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ബേസ് വരാൻ പോണേ. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല എന്ന് വേണ്ട, ഇവിടെ ആയിട്ടാണ് നമ്മുടെ ബേസ് വരാൻ പോണേ. ബേസ് കണ്ടില്ലേ, ഞാൻ ഇവിടെ നേരത്തെ ഒരു ഇതിനെ കൊന്നുണ്ടായിരുന്നു, അതാണ്. ഓക്കെ, പിന്നെ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഫിഷിങ് ഏരിയ വരുന്നത്. ഇവിടെ നമ്മുടെ ഒരു റിവർ ഉണ്ട്, അപ്പോൾ ഫിഷിങ് ഏരിയ. പിന്നെ ഇവിടെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയ റിവർ പോലത്തെ സംഭവമുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെപ്പോഴും വീഴാറുണ്ട് കേട്ടോ, ഇതൊന്ന് മൂടണം വേണം. ഓക്കെ, ഇത് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് അതാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ ബ്രീഡർ. ഞാനവിടെ സ്ഥലം ക്ലീൻ ആക്കിയിട്ടത് നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ചെറിയൊരു ലാവാപ്പോളും ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോയ്ക്ക് ലാഗ് ഉണ്ടോയെന്ന് ക്ഷമിക്കണം. ഓക്കെ, നമുക്ക് നൈറ്റായി പെട്ടെന്ന് കിടന്ന് ഉറങ്ങാം. നല്ല പിങ് ഉണ്ടല്ലേ, അത് ഈ മെസ്സേജ് വരുന്നതുകൊണ്ടാ. ഓക്കെ 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 ആ ഭംഗി നോക്ക് നിങ്ങൾ. നോക്കി അപ്പോൾ എന്തൊക്കെ ഭംഗി നോക്കി നിങ്ങൾ. എടാ എന്ത് ഭംഗിയാ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓക്കെ ഓക്കെ ഓക്കെ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. കൊള്ളായിരുന്നു അല്ലേ, അത് കൊള്ളായിരുന്നു. ആ സൺസെറ്റ് കാണാൻ നല്ല കൊള്ളായിരുന്നു. ഈ ഷെയ്ഡറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ആ ഒരു സൺസെറ്റാണ്, ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതൊക്കെ നാളെ സൺസെറ്റും പറഞ്ഞിരുന്നാൽ നമ്മൾ ഫാമൊന്നും ഉണ്ടാക്കലില്ല. അപ്പോൾ നമ്മൾ ഫാം ഉണ്ടാക്കാൻ നമുക്കിപ്പോൾ വേണ്ടത്, മെയിനായിട്ട് വേണ്ടത് ക്യാരറ്റ് വേണം. ക്യാരറ്റ് മെയിനാണ്, മസ്റ്റ് സാധനമാണ് ക്യാരറ്റ്. അപ്പോൾ നമുക്ക് അവിടെ ക്യാരറ്റ് ഫുൾ അടിച്ച് കൊണ്ടുപോകാം. ക്യാരറ്റ് മാത്രമേ അവിടെ നമ്മളിപ്പോൾ കൃഷി ചെയ്യണുള്ളൂ. അപ്പോൾ അത് ഹാർവെസ്റ്റ് ചെയ്ത് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് കാണിച്ചുകൊണ്ട് ഹാർവെസ്റ്റ് ചെയ്യാന്ന് വെച്ചു. ഇത് ക്യാരറ്റ് മാത്രം പറിച്ചുകൊണ്ട് പോകാം, ബാക്കിയുള്ളതൊക്കെ ഫുഡ് എടുക്കാം. ഓക്കെ, ഇവിടെ പിന്നെ ഇത് വേറെ പ്രത്യേകിച്ച് ക്യാരറ്റായിട്ടില്ലല്ലോ. പിന്നെ ഇതും അത്രയല്ലേ ഉള്ളൂ, ഇത് ക്യാരറ്റാ. അതൊക്കെ വളർന്ന് വരട്ടെ. പിന്നെ ഏതൊക്കെ ഇതിൽ ചെസ്റ്റിൽ ക്യാരറ്റ് ഇരിക്കണ്ട, ഇതിൻ്റെ ഉള്ളിൽ മറ്റേ സാധനം മാത്രമേ ഉള്ളൂ. നമുക്ക് പിന്നെ ഇതിലായിട്ട് കുറച്ച് ഇത് വരുന്നുണ്ടല്ലേ, അത് നമുക്ക് ബുക്ക് ചെയ്യാം. ഓക്കെ, അതൊക്കെ മതി. നമുക്ക് ഇനി വേണ്ടത്, നമ്മൾ ഇങ്ങനെ രാത്രിയാണ് റെക്കോർഡ് ചെയ്യാനുണ്ട്, ചെറിയ വോയിസൊക്കെ ഭയങ്കരമായിട്ട് പതറിയിരിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മളൊരു ബേസ്മെൻറ്റ് കെട്ടണം. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്കൊരു ബേസ്മെൻറ്റ് കെട്ടാം. ഈ ബ്ലോക്ക് തികയുമെന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് ടോട്ടൽ 8 ബ്ലോക്ക് വെച്ചിട്ടാണ്. അപ്പോൾ 8 8 16 32 ബ്ലോക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇത് ഇവിടെ നിന്ന് സെൻറ്ററാക്കി എടുക്കാം. ഇത് സെൻറ്ററാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് 4 ബ്ലോക്ക്, 1 2 3 4, എന്നിട്ട് ഇവിടെ ആയിട്ട് 4 കഴിഞ്ഞ് 5-ാമത്തേൽ നമ്മൾ ഈ ബ്ലോക്ക് വയ്ക്കുക. ഇഷ്ടമുള്ള ബ്ലോക്ക് വയ്ക്കട്ടെ. ഞാൻ ഇപ്പോൾ കാണാൻ വൃത്തിയിൽ ഉണ്ടാക്കണം എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കണേ. ജസ്റ്റ് ഒരു ഇത് കെട്ടി വയ്ക്കുക. അതിന് ശേഷം ഇവിടെ നിന്ന് ഒരു 4 ബ്ലോക്ക്, 1 2 3 4 5, 5-ാമത്തേൽ ഈ ഒരു ബ്ലോക്ക് വയ്ക്കുക. എന്നിട്ട് ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഈ സാധനം അങ്ങോട്ട് കെട്ടി വയ്ക്കുക.
എനിക്ക് വീഡിയോ ബോറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇതിപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവാനും കൂട്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യണേ. ഇത് ഞാൻ ട്യൂട്ടോറിയൽ നോക്കിയിട്ടല്ല, എൻ്റെ ജസ്റ്റ് ഒരു ഓർമ്മ വെച്ച് പണി. കാരണം 1 2 3 4 5ാമത്തിൽ ഈ ഒരു സാധനം ഇങ്ങനെ കെട്ടുക. ഓക്കെ, അത് എന്താണ് ഇങ്ങനെ. ഓക്കെ, ക്യാമറ പർപ്പസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഇത് വെച്ചിട്ട് ഇതേപോലെ നമ്മൾ ആദ്യം കെട്ടണം. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ പോയിട്ട് വീണ്ടും ഇതേപോലെ തന്നെ എണ്ണണം. 1 2 3 4 5. 5ാമത്തേൽ ഈ ബ്ലോക്ക് വെക്കണം. പിന്നെ നമ്മൾ ഇതേപോലെ പോയിട്ട് ഇതേപോലെ പോയിട്ട് ഇതങ്ങോട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ അങ്ങോട്ട് കണക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഫുള്ള് ടിൽറ്റ് ചെയ്യണം. നടുക്കൊരു വാട്ടർ ബക്കറ്റും വെക്കണം. അപ്പോൾ അത് ഫുള്ള് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാം. നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കാനുള്ള. പിന്നെ ഈ വീഡിയോ ചെറിയ പിങ് അടിക്കുന്നുണ്ടാവും. ആ പിങ് എന്ന് ഉദ്ദേശിച്ചത് ഞാൻ ഈ മെസ്സേജൊക്കെ വരില്ലേ, അപ്പോൾ ഈ മെസ്സേജ് വരുന്ന സമയത്ത് ഇത് ചെറിയൊരു പിങ് ഉണ്ടാവും. അതാണ് ഇവിടെ സംഭവം. നമുക്കത് ലാസ്റ്റ് പൂർത്തിയാക്കാം. ഇതിപ്പോൾ തികയില്ല. അതിൻ്റെ മേലെ നമുക്ക് കോബിൾ സ്റ്റോൺ, സ്മെൽറ്റ് ചെയ്ത സ്റ്റോൺ അങ്ങനെ വെക്കാം, അല്ലെങ്കിൽ ബ്രിഡ്സ് അങ്ങനെ ഉണ്ടാക്കാം. നമുക്കപ്പോൾ ഒരു വാട്ടർ ബക്കറ്റ് കൊടുത്ത് അപ്പോൾ നിങ്ങളിങ്ങനെ അവസാനം കാണിക്കുക, അല്ലെങ്കിൽ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കാൻ നിൽക്കാനുള്ള. അത് കഴിഞ്ഞിട്ട് നിങ്ങളിങ്ങനെ കാണിക്കാം. ടിൽറ്റ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. ഓക്കെ ഗായ്സ്, ഞാൻ ടിൽറ്റ് ചെയ്യാൻ തുടങ്ങായിരുന്നു. ആ സമയത്താണ് ഓർത്തെ ഞാൻ അയൺ മൈൻ ചെയ്യാൻ പോയിട്ട് ആർമർ ഉണ്ടാക്കി. എന്നിട്ട് നിങ്ങളെ മുമ്പിൽ വെച്ച് ഇടാമെന്ന് വെച്ചിരുന്നപ്പോൾ അത് മറന്നുപോയി. അപ്പോൾ അതേ നമ്മൾ ഫുൾ അയൺ ആർമർ ആയണ്ടായിരുന്നു. അത് ഞാൻ ജസ്റ്റ് മൈനിങ്ങിന് പോയതാണ്. ആ വലിയൊരു കേവ് ഉണ്ടായില്ലേ, റിവീം പോലത്തെ, അത് ഇവിടെ പോയി മൈൻ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ അയൺ ആർമർ ആയതുകൊണ്ട് അത് നിങ്ങളത് ജസ്റ്റ് പറഞ്ഞു തന്നാൽ മറന്നുപോയി. ജസ്റ്റ് ഇപ്പോൾ ലാഗില്ലല്ലോ. ഞാനൊന്ന് ഡോൺ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ട് എയറോപ്ലെയിൻ മോഡ് ഓൺ ആക്കിയിട്ടു. നെറ്റ് ഓൺ ആക്കുമ്പോൾ അപ്പം ലാഗ് അടിക്കും. അതാണ് പ്രശ്നം. അപ്പോൾ നമുക്ക് ഫാം ഉണ്ടാക്കാൻ തുടങ്ങാം. അത് ഇങ്ങനെ ടിൽറ്റ് ചെയ്തിട്ട് നിങ്ങളിങ്ങി അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അത് അറിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കയ്യിലുള്ളതൊക്കെ നമ്മളിവിടെ നട്ടിട്ടുണ്ട്. ഞാനത് ഇത്രയും ഭാഗം ഫില്ല് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു കാര്യം ഓർത്തെ. നമ്മൾ ഇപ്പോൾ ചെയ്തതിൽ ധീര സാധനം ഇപ്പോൾ വേണ്ട ഇവിടെ. അതായത് ഞാൻ ഫുള്ളായിട്ട് പൊളിച്ചിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. നമുക്ക് കളക്ഷൻ സോർട്ട് ഒരു സ്ഥലത്തേക്ക് ഒപ്പിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പറഞ്ഞാൽ ഓക്കെ കറക്റ്റ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടുത്തെ ബ്ലോക്ക് പൊട്ടിക്കും. അതായത് അത് ഇവിടെ നിന്ന് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ശേഷം അവിടം വരെ കൊണ്ടുപോകും. അവിടം വരെ കൊണ്ടുപോയതിന് ശേഷം ഇതിവിടെയായിട്ട് ഒരു ട്രാപ്പ് ഡോർ വയ്ക്കും. അതായത് ഇവിടെയായിട്ട്. പക്ഷെ അതിന് മുമ്പ് ഒരു സ്ലാബ് വയ്ക്കണം. ഇതിന് മേലെ സ്ലാബ് വയ്ക്കാൻ പറ്റില്ലേ? വെക്കാൻ പറ്റില്ല. ഇവിടെ വെക്കാൻ പറ്റില്ല അല്ലേ? പക്ഷെ ഇതിൽ കൂടെ എയിം ചെയ്യാൻ പറ്റും. മറ്റേ സ്കെലട്ടൺസിന് എങ്ങനെയായിരുന്നു ആ ട്യൂട്ടോറിയൽ ഉണ്ടായിരുന്നത്? ഞാൻ മറന്നു വിടാ എല്ലാനും. 1.5 ഹാർട്ട് ബ്ലോക്കാണ് നമ്മുടെ ഇവർക്ക് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ അല്ലേ വയ്ക്കുക ട്രാപ്പ് ഡോറ്? ഇവിടെ വയ്ക്കും, അങ്ങനെ വയ്ക്കും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞുതരാം. അതായത് ഇങ്ങനെ വയ്ക്കും. നമ്മുടെ 1.5 ഹാർട്ടായിരിക്കും നമ്മുടെ ഇവർക്കുണ്ടാവുക. ഇവിടെ വെച്ചാൽ അവർ വരില്ലേ? വരൂടെ അവർ വെച്ചാൽ. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാനാണ്. കഴിഞ്ഞ പ്രാവശ്യം ബ്രീഡർ ഉണ്ടാക്കിയ സമയത്ത് ഇവർ ഒരു സ്ഥലത്ത് ഒന്നും നിൽക്കല്ല, പല സ്ഥലങ്ങളുടെ മൂലകളിലായിട്ട് വന്നേക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു സിസ്റ്റം ചെയ്യാമെന്ന് വെച്ചത്. പക്ഷേ ഇത് 1.5 ഹാർട്ട് മേലേക്ക് നിൽക്കണമില്ല. ഇതിപ്പോൾ ഞാൻ ആ ട്യൂട്ടോറിയൽ ഒന്ന് നോക്കിയിട്ട് വരട്ടെ. വെയിറ്റ് ചെയ്യേ. ഇതാ പോയി. ഹലോ ഗായ്സ്, അപ്പം ഞാൻ ചെയ്തു. എനിക്ക് ട്യൂട്ടോറിയൽ ഞാൻ നോക്കിയിട്ടാണ് വന്നേ. ട്യൂട്ടോറിയൽ നോക്കേണ്ട വന്നില്ല. അതായത് ഞാൻ ജസ്റ്റ് ആലോചിച്ചു, നമ്മൾ എന്നിട്ടായിരുന്നു ട്രേഡിങ് ഹാൾ ഉണ്ടാക്കുന്ന സമയത്ത് മേലെ ഒരു ട്രാപ്പ് ഡോർ വയ്ക്കില്ലേ? അപ്പോൾ അത് ഒരു ബ്ലോക്ക്, ട്രാപ്പ് ഡോർ എന്ന് പറഞ്ഞാൽ ഒരു 1/2 ബ്ലോക്കാണ്. അപ്പോൾ ഒരു ബ്ലോക്കും പ്ലസ് 1/2 ബ്ലോക്ക്. അതൊരിക്കലും വില്ലേജസിന് കിടക്കാൻ പറ്റില്ല. അത് കുട്ടി വില്ലേജസിന് മാത്രമേ കിടക്കാൻ പറ്റുള്ളൂ. അതോടുകൂടി എനിക്ക് മനസ്സിലായി. എനിക്ക് ട്യൂട്ടോറിയലൊന്നും നോക്കേണ്ടി വന്നില്ല. അപ്പം ഞാൻ വാട്ടർ ബക്കറ്റ് ഒഴിച്ചാൽ എവിടം വരെ പോകുന്നുള്ള കാര്യം മറന്നൊന്നും പോയില്ല. അത് ടെസ്റ്റ് ചെയ്യണമെന്നല്ല ഈ കുഴി ഇട്ടെ. അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. അത് വെറുതെ ഗെയിം തന്നെ ജനറേറ്റ് ആക്കിയതാണ് ഈ കുഴി. അല്ലാണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് ചെയ്തത് എനിക്കറിയില്ല എന്ന്. 4 വർഷമായിട്ട് 5 വർഷമാകുമ്പോൾ
മൈൻക്രാഫ്റ്റ് കളിച്ചത് അതുപോലെ അറിയില്ലേ? അല്ല കേട്ടോ, എനിക്കറിയാതൊക്കെ, നിങ്ങളെ തെറ്റിദ്ധരിക്കണ്ട. ഓക്കെ, നമുക്ക് ഇനി ഇവിടെ നിന്ന് മുതൽ എത്ര ഇതുണ്ടാവുമോ നോക്കണം. ഒന്ന് ഡിസ്റ്റൻസ് നോക്കണം. 1 2 3 4 5 6 7 8 9 10 എന്തോ 10 11 ബ്ലോക്ക്. അപ്പോൾ 5 ബ്ലോക്ക് ഇവിടെ, 5 ബ്ലോക്ക് ഇവിടെ. 1 2 3 4 5 കഴിഞ്ഞിട്ട് 6-ാമത്തേൽ ഇവിടെ ഒരു കുഴി. ഇവിടെ ഈ സാധനം പൊട്ടിക്കണം, ഈ സാധനം പൊട്ടിക്കണം. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് ഒരു ബ്ലോക്ക് പൊട്ടിക്കണം, ഇവിടുത്തെ പൊട്ടിക്കണം. പിന്നെ ഇവിടുത്തെ ഇരുദൂരം പൊട്ടിക്കണം, ഇവിടുത്തെ ഒരു പൊട്ടിക്കണം. പിന്നെ അതിന് ശേഷം ഇവിടുത്തെ ഒരെണ്ണം പൊട്ടിച്ചിട്ട് ഈ ഒരു സെക്ഷൻ അങ്ങോട്ട് തീർത്തതിന് ശേഷം ഇവിടെ ട്രാപ്പ് ഡോർ വയ്ക്കണം. ഇവിടെ ഇങ്ങനെ ട്രാപ്പ് ഡോർ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ വൈബ്രൻ്റ് വിഷ്വൽസ് ഇട്ടിട്ട് ലാഗ് അടിക്കണ്ട. അതായത് ഞാൻ വൈബ്രൻ്റ് വിഷ്വൽസ് സെറ്റിങ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊരു സാധനം ഇട്ടിട്ടുണ്ട്, മോഡ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അതിന് ശേഷം ഈ സാധനം ഇവിടെ ഒഴിച്ച് കഴിയുമ്പോൾ ഇത് 4 വശത്തേക്ക് പോവില്ലേ? നിൽക്കേ, ഇതിപ്പോൾ എന്നിട്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ആദ്യം തന്നെ ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് ഉണ്ടാക്കാം. ആദ്യം തന്നെ ലോക്ക് ചെയ്യട്ടെ. ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് ഇവിടെ കുറച്ച് വാട്ടർ ഇരിക്കുന്നുണ്ട്. ഈശ്വടാ. ഓക്കെ, ഈ വാട്ടർ എടുത്തിട്ട് നമുക്ക് ഇവിടെ ഒഴിച്ചിട്ട് ഈ സാധനം എടുത്തിട്ട് പെട്ടെന്ന് അവിടെ പോയിട്ട് ഈ സാധനം അവിടെ കൊണ്ടുപോയിട്ട് ഒഴിക്കയിലേക്ക് അത് ഫുള്ള് പൊട്ടി വരും. ആൻഡ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങോട്ട് ഒലിച്ച് വരണം. ഒലിച്ച് വരാനായിട്ട് ഇവിടെ നിന്ന് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വരും. അപ്പോൾ നമ്മൾ ഇവിടെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരും. അപ്പോൾ ഏതെങ്കിലും ഒരു വാട്ടർ ഇവിടെ വീണ് വീണുണ്ടെങ്കിൽ ഇവിടെ സ്റ്റില്ലായിട്ട് നിൽക്കുക ചെയ്യാം. അത് ഒരിക്കലും ഇവിടേക്ക് വരാൻ ഇത് വരില്ല, ഒരു പുഷിങ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ എല്ലാം ഇങ്ങോട്ട് വരില്ലേ? അങ്ങനെ ചെയ്യാം. നമ്മൾ കുറച്ച് ബ്രില്യൻസ് കൂടിപ്പോയതിൻ്റെ അവസ്ഥയാണ് ഇതൊക്കെ. അതാണ് പരീക്ഷയിൽ മാർക്ക് ഇറങ്ങിയെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഞാൻ കഴുത്തും പഠിക്കും എല്ലാത്തിൻ്റെയും. ഓക്കെ, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. നമുക്കിനി ഇവിടെ നിന്ന് ജസ്റ്റ് കവർ ചെയ്തിടണം. അതിപ്പോൾ എന്തുകൊണ്ട് കവർ ചെയ്യുക? ഇത് കോബിൾ സ്റ്റോൺ ഉണ്ട് കവർ ചെയ്തിട്ട് ജസ്റ്റ്